കാര്യം നിസ്സാരം. മോഹനേട്ടൻ ഇന്ന് നേരത്തെ പോന്നോ? മണി 5 ആയുള്ളൂ. അതങ്ങനെ മനുഷ്യന് മനസ്സമാധാനമില്ലെങ്കിൽ ശരിക്കും ജോലി ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്ത് പറ്റും മനസ്സമാധാനക്കേടിന്? ഞാൻ പറഞ്ഞില്ലേ മോഹനേട്ടാ, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ സദാനന്ദൻ സാറിനെ കണ്ടുപിടിക്കണം. നീ വല്ല ആണുങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ടാ എന്റെ മനസ്സമാധാനം പോകുന്നത്? അതിന് ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ വിലയില്ലെങ്കിൽ പിന്നെ എന്ത് കുടുംബജീവിതം? അങ്ങനെ മനസ്സമാധാനം ഇല്ലാതെ വന്നപ്പോഴാ പെയിന്റർ സുശീലൻ ആത്മഹത്യ ചെയ്തത്. അറിയണത് പെയിന്റർ സുശീലനോ? ആ, അയാളുടെ ഭാര്യ രാധാമണി എപ്പോഴും ഓട്ടോ ഡ്രൈവർ രാജപ്പനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. സഖിയിട്ടപ്പോ പാവം സുശീല കയറി തൂങ്ങി മരിച്ചു. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നത്? സുശീല അങ്ങനെ ചെയ്തതിന് അയാളെ കുറ്റം പറയാൻ പറ്റുമോ? എന്തായാലും മോഹനേട്ടന്റെ കാര്യത്തിൽ എനിക്ക് ആ പേടിയില്ല. ഞാനിപ്പോ സദാനന്ദൻ സാറിനെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യൊന്നുമില്ല മോഹനേട്ടൻ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ കാണാൻ പോകുന്ന. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. സദാനന്ദൻ സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞതൊക്കെ സത്യ. ശരി, അപ്പൊ അങ്ങനെ ആവട്ടെ. നീ അനുഭവിച്ചാലേ പഠിക്കൂ. ഹലോ. ഞാൻ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. കൃത്യം 5 മിനിറ്റിനുള്ളിൽ നീ ഫോണിലേക്ക് വിളിക്കണം. ഫോണിന്റെ ശബ്ദം കേട്ട് ഭാമ വന്ന് നോക്കും. അപ്പോ ഞാൻ കഴുത്തിൽ കുലുക്കിട്ട് നിൽക്കുന്ന കാണും. ഓക്കെ സാറേ. പിന്നെ വക്കീലിന് സംശയം തോന്നില്ല സാറേ? എവിടെന്ന്? ഞാൻ ഭയങ്കര അഭിനയല്ലായിരുന്നോ? അപ്പൊ ശരി, തുടങ്ങിക്കോ സാറേ. ബെസ്റ്റ് ഓഫ് ലക്ക്. കഷ്ടം. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുന്നതായി അഭിനയിക്കേണ്ടി വരുന്ന ലോകത്തിലെ ആദ്യത്തെ വില്ലേജ് ഓഫീസർ ആയിരിക്കും ഈ മാന്യൻ. സാറിന്റെ അഭിനയം കണ്ട് വക്കീലെങ്ങാനും ബോധം കെട്ട് വിഴുന്നാലാണ് കളി കാര്യമാവാൻ പോകുന്നത്. ഇങ്ങനെ ഭാമേ, പിന്നെ ഞാൻ ശരിയാക്കി തരാം മോളെ. നീ എന്താ പറഞ്ഞത്? ഞാൻ ആത്മഹത്യ ചെയ്യില്ലെന്നോ? നീ ഫോൺ എടുക്കാൻ വരുമ്പോ എന്നെ ഈ പരുവത്തിൽ കാണുന്നോടെ നീ പേടിക്കും. ബാക്കി നമുക്ക് കാണാമല്ലോ. 5 മിനിറ്റ് ആയല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഈശ്വര രക്ഷിക്കണേ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഉത്തമം കൃത്യസമയം പാലിച്ചു. രക്ഷപ്പെട്ടു. കോള് വന്നു. ഭാമ ഇപ്പൊ വരും. എന്നെ കാണുന്ന പാടെ അവൾ നിലവിളിച്ചുള്ളൊരു വരവുണ്ട്. ഇന്ന് പറഞ്ഞതിനൊക്കെ ക്ഷമ പറയാതെ അവളെ വിടുന്ന പ്രശ്നമില്ല. ഞാനെടുത്തത് തന്നെ. ആരും എടുക്കുന്നില്ലല്ലോ. ഇവക്കൊന്ന് ചെവി കേട്ടു. വരുന്നുണ്ട്. ഓളെ, നിന്റെ അഹങ്കാരം തീരാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി.
ഇവളെന്താ എന്നെ ശ്രദ്ധിക്കാത്തത്? ഹലോ, വിളിച്ചാലോ? ഹലോ ഹലോ, കട്ടായോ? നോക്കുമായിരിക്കും. നോക്കടി. മോഹനേട്ടൻ ഇവിടെ കയറി നിൽക്കായിരുന്നോ? കാണുന്നില്ലേ? എന്നിട്ടാണോ വന്ന് ഫോൺ എടുക്കാതിരുന്നത്? ലോകത്താദ്യമായിരിക്കും ഇങ്ങനൊരു ഭാര്യ. കഷ്ടമുണ്ട് മോഹനേട്ടാ, ഞാൻ അവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കല്ലായിരുന്നോ? അതിനിടയിൽ എന്നെ എന്തിനാ ഇങ്ങനെ മെനക്കെടുക്കുന്നത്? മോഹനേട്ടൻ ഇറങ്ങിയോ നീ ഫോൺ എടുത്തുമായിരുന്നോ? നീ എന്താ എന്നോടൊന്നും ചോദിക്കാത്തത്? ഞാൻ ചോദിച്ചല്ലോ. ഫോൺ എടുക്കാത്തതാണ് ഞാൻ ചോദിച്ചില്ലേ? അതല്ല, ഞാൻ എന്തിനാ ഇവിടെ കയറി നിൽക്കുന്നെന്ന് ചോദിക്കാത്ത എന്താ? എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. ഈ സാരി ഞാൻ എന്തിനാ താനി കെട്ടിയത്? അറിഞ്ഞൂടാ. സിനിമ ഒന്നും കാണാറില്ലേ? ഞാൻ എന്തിനാ ഈ കുരുക്ക് കഴുത്തിട്ടിരിക്കുന്നത്? ഇതൊന്നും തീരുമാനിക്കാതെയാണോ അതിന്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുന്നത്? താഴെ ഇറങ്ങി ശരിക്കും ആലോചിച്ച് തീരുമാനിച്ചിട്ട് ഒന്നുകൂടെ കയറി നിൽക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. പറ്റിയില്ല. മോനെ സാറ് തന്നെ എല്ലാം ഓക്കെ ആയി കാണും. ഈശ്വരാ, ഇനിയെങ്കിലും ഉൽപ്രാഷന്റെ ഭാര്യമാണ് സർട്ടിഫിക്കറ്റ്. ഹലോ, ഉത്തമൻ എവിടെയാ? വക്കീലായിരുന്നോ? എന്താ വക്കീലേ? ഒരുപാടങ്ങ് അഭിനയിക്കല്ലേ. ഒരാൾ അഭിനയിച്ച് ഇപ്പൊ അങ്ങ് പരലോകത്തെത്തിയന്നെ. മേലിൽ ഇമ്മാതിരി ഐഡിയ പറഞ്ഞു കൊടുത്ത് മോഹനേട്ടനെ വല്ല കുടിയിലും ചാടിച്ച സത്യമായിട്ട് ഉത്തമന്റെ കൈയും കാലും തല്ലുപിടിക്കാൻ വല്ല കൊട്ടേഷൻ കൊടുക്കും ഞാൻ. അതിനിപ്പോ എത്ര രൂപയായാലും ശരി. കളിവാളിയല്ലോ ഈശ്വര. പറഞ്ഞത് മനസ്സിലായല്ലോ? പിന്നെ എല്ലാം മനസ്സിലായി. ഓക്കെ. അസുഖം തീർന്നോ? വല്ലതും പറ്റിയെന്നെങ്കിലും മോഹനേട്ടാ ഇങ്ങനെ വാശി നിൽക്കുന്നേ? നീ എപ്പോഴും സാധാരണ വക്കലിനെ പറ്റി പറഞ്ഞോണ്ടിരുന്ന ഞാനെന്താ ചെയ്യാ? പുതിയ സബ് കളക്ടർ സുഹാസിനെ പറ്റി ഇന്നലെ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ പറഞ്ഞത്? ഭയങ്കര ബുദ്ധിയാണ്, എന്നെ പോലെയല്ല, ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും അറിയാം, ഇത്രയും സ്മാർട്ടായ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു? അപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ മോഹനേട്ടനെ ദേഷ്യം പിടിപ്പിക്കാനായി എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ ആലോചിച്ചപ്പോ തോന്നിയതാ സദാനന്ദൻ സാറിനെ പൊക്കി പറയാന്ന്. അപ്പോ ഒക്കെ വെറുതെ പറഞ്ഞതാ? പിന്നല്ലാതെ. സത്യം പറഞ്ഞ സദാനന്ദ സാറിനെ കൂടി ഞാൻ തോറ്റു. അങ്ങേർക്ക് 24 മണിക്കൂറും ആ പെണ്ണുമ്പിള്ളയുടെ പുറകെ നടക്കാനേ നേരമുള്ളൂ. പെൺകോന്ത്. ഓഫീസിലെ സകല ജോലി ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കണം. എന്റെ മോഹനേട്ടനെ പോലെ മിടുക്കനായ വേറൊരാണുണ്ടോ? എന്നാലും ഞാൻ സാരി തൂങ്ങിക്കുന്നവരുടെ നീ മൈൻഡ് ചെയ്തില്ലല്ലോ. എന്തിന്? ഇതൊക്കെ എന്റെ വില്ലേജ് ഓഫീസർ നമ്പറാന്ന് എനിക്കറിഞ്ഞൂടെ? എന്റെ മോഹനേട്ടൻ എന്നെ വിട്ടിട്ട് പോവാൻ പറ്റുമോ? അങ്ങനെ പോവാൻ ഞാൻ വിടുവോ? ഒരുപാട് ബുദ്ധിയുണ്ടെന്ന് പറയുന്ന പലരുടെയും അവസ്ഥ ഇതാണ്. നിസാര കാര്യങ്ങളുടെ പേരിൽ മണ്ടത്തരം കാണിച്ചു കളയും.
ഭാര്യ തന്നെ കുരങ്ങ് കളിപ്പിക്കുകയാണെന്നറിയാതെ മോഹനകൃഷ്ണൻ കാണിച്ച അതിസാഹസം ഇപ്പോൾ കൈവിട്ടു പോയനെ. വില്ലേജ് ഓഫീസർക്ക് ഒന്നും പറ്റാതിരുന്നത് സത്യഭാമയുടെയും കേരളത്തിലെ പ്രേക്ഷകരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണെന്ന് ഓർത്തുകൊണ്ട് ആത്മഹത്യാശ്രമത്തിന്റെ അനന്തരഫലവുമായി കാര്യം നിസ്സാരം നാളെ രാത്രി 9 മണിക്ക്.